നമ്മളുടെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, ലഹരിയും വേണ്ട ലഹളയും വേണ്ട ക്യാമ്പയിൻ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മർക്കസിലാണ്. മർക്കസിലെ വിദ്യാർത്ഥികൾ നമ്മളെ കാത്തു നിൽക്കുന്നു. ക്യാച്ച് ദം യങ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം അത്തരം മാറ്റങ്ങൾ. ലഹരിക്കെതിരെ നോ എന്ന് പറയാൻ ഉള്ള ശക്തി ഈ കുഞ്ഞുങ്ങൾക്ക് ആർജിച്ചെടുക്കണം. അതിനുള്ള ഇടങ്ങളായി കുടുംബങ്ങൾ മാറണം, സർവകലാശാലകൾ മാറണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം, മതകേന്ദ്രങ്ങൾ മാറണം, മതപാഠശാലകൾ മാറണം. തീർച്ചയായും ഒരുമിച്ചുള്ള ഈ പോരാട്ടത്തിന് റിപ്പോർട്ടർ TV വിവിധ സംഘടനകളുമായും കൈകോർക്കുന്നു, വിവിധ വിദ്യാർത്ഥി സംഘടനകളുമായും നമ്മൾ കൈകോർക്കുന്നുണ്ട്. റിപ്പോർട്ടറിൻ്റെ എഡിറ്റോറിയൽ ടീം ഇപ്പോൾ മർക്കസിലാണ് എത്തിയിരിക്കുന്നത് ഈ യാത്രയുമായി. ലഹരിയും വേണ്ട ലഹളയും വേണ്ട റിപ്പോർട്ടറിൻ്റെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് ക്യാമ്പയിനാണ്. നമ്മളിപ്പോൾ മർക്കസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഹായ്, താങ്ക് യു. ഈ ഒരു ക്യാമ്പയിൻ മർക്കസിലെ കുഞ്ഞുങ്ങളെയും ഇവരിൽ എത്രയോ മനുഷ്യർ നാളത്തെ വലിയ മനുഷ്യരായി പോകുന്നവരാണ്. ഇവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുക എന്നത് കൂടിയാണ് നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം. താങ്ക്സ് എ ലോട്ട്. മർക്കസിൻ്റെ സ്നേഹ സ്വീകരണം നമ്മൾ ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. മർക്കസിൽ നിന്നുള്ള ഇന്ന് റംസാൻ മാസം കൂടിയാണ്, റംസാൻ 7 കൂടിയാണ്. പുണ്യമാസത്തിൽ സ്നേഹോഷ്മളമായ സ്വീകരണം നമ്മൾ മർക്കസിൽ നിന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വരുന്നത്. ഇത്രയും കുട്ടികളുണ്ട് അല്ലേ? വെരി ഗുഡ്. ഇത്രയും കുട്ടികൾ നോക്കൂ, അവരുടെ കയ്യിൽ പ്ലക്കാർഡുകളുണ്ട് അല്ലേ? നമുക്ക് ആ പ്ലക്കാർഡുകളൊക്കെ ഒന്ന് വായിക്കാം. കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്ന പ്ലക്കാർഡുകൾ ഭാഗത്തുള്ള രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തുള്ള കുട്ടികളും ഉണ്ട്. ഇതൊക്കെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും. ഇവര് ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെ ഉള്ളവരാണ്? ഇവരെ 7ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്നവരുണ്ട്, ഹയർ സെക്കൻഡറി പഠിക്കുന്നവർ, അതുപോലെ പിന്നെ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന കുട്ടികൾ ഇവിടെ മർക്കസിൽ ഞാൻ മനസ്സിലാക്കുന്നത് കശ്മീരിൽ നിന്നടക്കമുള്ള കശ്മീരി കുട്ടികളുണ്ട്. അവരെ കുട്ടികൾ തന്നെ നിങ്ങളോട് സംസാരിക്കും. 19 സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കാശ്മീരി കുട്ടിയാണ്. English, Hindi. How do you feel, Kerala? Very bad. So we have started a campaign against drugs. It's called War Against Drugs. So in Kashmir we have heard that there are instances of drug trafficking, but it's not the capital, it's Punjab. And Kerala is slowly moving towards that. What's your take on that? We have to fight against drugs. हिंदी. सबसे पहले मैं रिपोर्टर का बहुत ही चैनल का बहुत ही शुक्रगुजार हूँ. बहुत ही अच्छा काम शुरू किया कि जर्नी में ही ड्रग्स के ख़िलाफ़ बहुत अच्छा काम शुरू किया. और मैं बताता चलूँ कि जो ड्रग्स है ये हमारी हेल्थ के लिए बहुत ही हानिकारक है, बहुत ही मुश्किल है. क्योंकि अगर जो भी इसको इस्तेमाल करता है वो अपनी ज़िंदगी को गंवा बैठता है. हम देखते हैं कि बहुत जगह पे बहुत से लोग इसके ख़िलाफ़ बहुत ही दंगा फसाद करते हैं. यानी अगर जिसने इसको इस्तेमाल किया उसने अपनी जान को गंवा दिया. और നോക്കൂ, ജമ്മു കാശ്മീരിൽ നിന്ന് ഇന്ത്യയുടെ അങ്ങ് വടക്കേ അറ്റത്ത് നിന്ന് കേരളത്തിന് കൊടുക്കുന്നൊരു മെസ്സേജാണ്. ആരോഗ്യത്തിന് ഹാനികരമായ ലഹരിയെ നമുക്ക് മാറ്റി നിർത്തിയേ മതിയാകൂ എന്ന് പറയുന്നു. യുവർ നെയിം? Abdurrahman from Kashmir, Jammu and Kashmir. From which part of Kashmir? Kashmir from Poonch, district Poonch. പ്രേക്ഷകർ, നമ്മൾ പൂഞ്ച് എന്ന് കേൾക്കുന്നത് പൂഞ്ച് സെക്ടറിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വാർത്ത കേൾക്കുന്നത്. പൂഞ്ചിൽ നിന്നുള്ള അബ്ദുൾ റഹ്മാനാണ് ഈ ഒരു മെസ്സേജ് റിപ്പോർട്ടർ TVയിലൂടെ കേരളത്തിന് വേണ്ടി നൽകിയത്. ലഹരിയെ അകറ്റി നിർത്തണം എന്നുള്ളതാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ഒറ്റക്കെട്ടായ ഒരു മനസ്സ് പറയുന്നത്.